ഇന്ത്യക്കാർക്ക് ഒന്നും അറിയില്ല. ദൈവം നിയോഗിച്ചതാണ് അവരെ ഭരിക്കാൻ. ദൈവത്തിന്റെ കൽപ്പനയാണ് ഞങ്ങൾക്ക് ഭരിക്കാൻ അറിയൂ. ചർച്ചിന് വികാരാധീനമായിട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ എതിർത്തത്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ചർച്ചിലെ പ്രസംഗം വികാര നിർഭരമായിരുന്നു. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല, ഇന്ത്യ നശിക്കാൻ പോകുന്നു. അതിന് ഞങ്ങൾ കാരണക്കാരാവുന്നുള്ള വിഷമത്തില സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് ഞങ്ങളാണ് നല്ല ഭരണാധികാരികൾ. എങ്കിൽ ബ്രിട്ടീഷുകാർ നല്ല ഭരണാധികാരികളായിരുന്നുവെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെടുത്തിയ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ നേതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം? സമര നേതാക്കളെ ഗാന്ധിജിയാകാം, തിലകനാകാം, നെഹ്റു ആകാം, സുഭാഷ് ചന്ദ്രബോസ് ആകാം. നമുക്ക് എന്ത് ചെയ്യാം? ആഗസ്റ്റ് 15 അവരിലേക്ക് കോലം കത്തിക്കാം. കാരണം അവരല്ലേ ഈ നല്ല ഭരണത്തെ ഇല്ലാണ്ടാക്കിയത്. പകരം നമുക്ക് എന്ത് ചെയ്യാം? മൗണ്ട് ബാറ്റന്റെയോ നല്ല ശ്രീപ്രഭുവിന്റെയോ ഒക്കെ പ്രതിമ വെച്ച് പൂജിക്കാം. ഒരു കുഴപ്പമില്ല. അതാണ് ഓണം കാണിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം മഹാബലി എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും തനിക്ക് അർഹതപ്പെട്ടതിന് അപ്പുറമുള്ള രാജ്യങ്ങളിലേക്ക് ഞാൻ ഭരിച്ചാലേ നേരെയാകൂ എന്നുള്ള താല്പര്യപ്രകാരം കടന്നു കയറുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ സാമ്രാജ്യത്വമാണ്. അതിനെതിരെ ഒരു കുഞ്ഞിക്കാലടിയൊക്കെ വേണം. അത് സ്വാതന്ത്ര്യത്തിന്റെ, അത് വിമോചനത്തിന്റെയാണ്. ആ കുഞ്ഞിക്കാലടി മഹാവിഷ്ണു വെച്ചിട്ടുള്ളൂ. കൊച്ചു വാമനൻ വെച്ച കാലടി വളരെ വലുതാണ്. അത് സാമ്രാജ്യത്വത്തിനെതിരെയുള്ളത്. മഹാബലി തികഞ്ഞ ഭക്തനാണ്, നല്ലയാളാണ്. പക്ഷെ എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് ഇന്ദ്രപദവിക്ക് അർഹതയുണ്ട്. പക്ഷെ അത് അപ്പോഴല്ല. ഇന്ദ്രപദവിക്ക് അദ്ദേഹത്തിന് അർഹതയുണ്ട്. അത് വരുന്നത് വരെ കാത്തിരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്. അല്ലാതെ ദേവന്മാരെ കാട്ടി ഓടിച്ചവർക്ക് ഭരണം പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. ആരെയാണ് ആ ശരീരം പാടില്ല, ദേവതയായാലും പാടില്ല. കാട്ടി ഓടിച്ച് അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ രീതിയല്ല. ഭാരതത്തിന്റെ രീതി അതല്ല. ശ്രീരാമചന്ദ്രൻ ശ്രദ്ധിക്കുക, നമ്മുടെ രാമായണത്തില് ശ്രീരാമചന്ദ്രൻ കിഷ്കിന്ധ കീഴടക്കുന്നുണ്ട്, പക്ഷെ ഭരിക്കുന്നില്ല. കിഷ്കിന്ധ കീഴടക്കുന്നു, ഭരിക്കുന്നില്ല. സുഗ്രീവന് കൊടുക്കുന്നു. ലങ്ക കീഴടക്കുന്നു, ഭരിക്കുന്നില്ല. വിഭീഷണന് കൊടുക്കുന്നു. ഭരിച്ചാൽ അത് സാമ്രാജ്യത്വമാണ്. ലങ്ക ഭരിക്കേണ്ടത് ലങ്കക്കാരാണ്, കിഷ്കിന്ധ ഭരിക്കേണ്ടത് കിഷ്കിന്ധക്കാരാണ്. ശ്രീരാമചന്ദ്രൻ വേണമെങ്കിൽ പറയാം, ഞാൻ മര്യാദാണ്, ഞാൻ തന്നെ ഭരിച്ചാലേ നേരെയൂ. കിഷ്കിന്ധ ഞാൻ ഭരിച്ചല്ലോ, ലങ്ക ഞാൻ ഭരിച്ചാലേ പറ്റില്ല. ഭാരതീയ സംസ്കാരത്തിൽ പെട്ടതല്ല. അതുകൊണ്ട് മഹാബലി എത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും മറ്റു ദേശങ്ങളിലേക്ക് കണ്ണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു തിരുത്ത്, അങ്ങ് ഭക്തനാണ്, ദൈവശക്തിക്ക് അതീതനല്ല എന്ന ചെറിയൊരു തിരുത്ത് അവിടെ ആവശ്യമാണ്. അതിലൂടെ മഹാബലി വരുന്നത്. ചിന്തിക്കാൻ നമ്മള് വാമനൻ 3 ലോകങ്ങളിൽ വളർന്നപ്പോൾ മഹാബലിയുടെ യശസ് കൂടെ വളർന്നു. കാരണം ഭക്തൻ. ഇന്ന് മഹാബലിക്ക് കാവൽ നിൽക്കുന്നത് മഹാവിഷ്ണുവാണ്. മഹാബലിക്ക് കാവൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെയാണ് മലയാളികളോടൊക്കെ ഈ ചീത്ത പറയുന്നത്. കേരളത്തിലെ പോലീസ് ഓഫീസർ തലപ്പത്തുള്ള ഒരാള് ദുബായി പോയിട്ട് ഓണാഘോഷ പരിപാടി കണ്ടിട്ടുള്ളത്. കേരളത്തില് ഈ കൊട്ടേഷൻ ടീമുകളൊക്കെ അല്ലെങ്കിൽ ഗുണ്ട സംഘങ്ങളെയൊക്കെ പിടിച്ചൊരു കാലഘട്ടമാണ്. അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട സമയമാണ്. അദ്ദേഹം അവിടെ പോയിട്ട് ഈ കൊട്ടേഷൻ ഒന്നും ഇന്നും തുടങ്ങിയതുമായി കേരളത്തിൽ കൊട്ടേഷൻ ടീം ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ ഓണാഘോഷ പരിപാടി കണ്ടിട്ടുണ്ട്. കൊട്ടേഷൻ ഒന്നും തുടങ്ങിയതില്ല. ലോകത്ത് ആദ്യത്തെ കൊട്ടേഷൻ മഹാബലി, അത് മഹാവിഷ്ണുവാണ് ഏറ്റെടുത്തത്. ദേവന്മാർക്ക് വേണ്ടി ആദ്യത്തെ കൊട്ടേഷൻ ഏറ്റെടുത്തപ്പോൾ ആ മഹാവിഷ്ണു. കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ MLA ഇതേ പറഞ്ഞത് അത് ഭൂമി കയ്യേറ്റാണ്. ഭൂമി കയ്യേറ്റാണ് അന്നത്തെ മുതൽക്ക്. അപ്പൊ പറയാണ് അതും ഇപ്പൊ തുടങ്ങിയതല്ല. ഈ ഭൂമി കയ്യാളൊന്നും ഭൂമാഫിയകളൊന്നും ഇപ്പൊ തുടങ്ങിയതല്ല. 3 അടി മണ്ണിന്റെ ആധാരം രജിസ്ട്രാക്കിയിട്ട് 3 ലോകം കീഴടക്കിയ മഹാവിഷ്ണുവാണ് ആദ്യത്തെ ഭൂമി കയ്യേറ്റാണ്. വെറും 3 അടി രജിസ്ട്രാക്കിയിട്ടുള്ള ആള് 3 ലോകം. ഇനി എന്തൊക്കെയാ പാവം കേൾക്കാൻ ഇരിക്കുന്നത്? നമ്മുടെ സ്ഥിതി പരിപാലിക്കുന്നത് ഒറ്റ അപകടം ചെയ്യണം. യോഗക്ഷേമം നടത്തി തീർക്കണമെന്നുണ്ടെങ്കിൽ ഇനി പല നന്ദിയോടെ നമുക്ക് നോക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു? എല്ലാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ ആവുള്ളൂ. ഇതിനൊക്കെ വിശകലനം ചെയ്ത് ഇതിന്റെ ചരിത്രം ഇതാകാം, മറ്റൊരു ഇതാകാം. ഉച്ചിക്കുടുങ്ങിന്റെ പാഠശാലകളുടെ അമ്പിപ്പാട്ടിലല്ലേ എന്ന നിലയിലുള്ള ചരിത്രം ബ്രാഹ്മണ അധിനിവേശത്തെ കുറിക്കണമെന്ന് പറയാം. അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെയാണോ പറയാനുള്ളത് ഈ ഗവേഷണങ്ങളൊക്കെ ഹൈന്ദവ സമാജവുമായി വേറെ ഒന്നിനും ഗവേഷണമില്ല. എല്ലാം നോക്കാനും അല്ലെങ്കിൽ നന്നാക്കിക്കാനും ഒക്കെ നമ്മുടെ മാത്രം. ഇതാണ് ഇത് എന്റെയും നിങ്ങളെയും ഒരു കുടക്കീഴിലേക്ക് എത്തിച്ചത്. ചരിത്രമാണെങ്കിലും പുരാണമാണെങ്കിലും ഇതിഹാസമാണെങ്കിലും എല്ലാം കൊത്തി നോക്കി നമ്മുടെ മുന്നിലേക്ക് ഇട്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില ആധിയുണ്ട്. ആ ആധിക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് നമ്മൾ ഒരു കുടക്കീഴ് നിങ്ങൾ ഈ ബാംഗ്ലൂരിൽ വന്ന്
സമന്വയ ഭാവത്തിലേക്ക് നിങ്ങൾ സമാജത്തെ എത്തിക്കുന്നത് ഇതുപോലുള്ള ചില അനുഭവങ്ങളാണ്. ദൈവങ്ങളെ പോലും ബന്ധപ്പെടുന്നില്ല, ക്ഷേത്രങ്ങളെ പോലും ബന്ധപ്പെടുന്നില്ല. നമ്മുടെ ആചാരങ്ങളാകട്ടെ അനുഷ്ഠാനങ്ങളാകട്ടെ എല്ലാം നിത്യേന എന്നോണം മറ്റുള്ളവരെ പരിശോധിച്ച് നമ്മളെ നന്നാക്കുക. നമ്മളോട് സ്നേഹം കൊണ്ടാണ് വേണമെങ്കിൽ പറയാം. മറ്റാരും നന്നാക്കാണ്, മറ്റാരും എല്ലാം നമുക്കാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഏറ്റവും അടുത്ത് അവസാനം നടക്കുന്ന പറഞ്ഞുള്ളതേ ഉള്ളൂ. നിങ്ങളൊക്കെ കർക്കിടക രാമായണ മാസം ആചരിക്കുന്നുണ്ടല്ലേ? രാമായണ മാസം വളരെ സന്തോഷത്തോടെ നമ്മൾ വളരെ കാര്യമായിട്ട് ഒരു 10-32 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമമാണ് സമാജത്തെ കൊണ്ട് രാമായണത്തെ നമ്മൾ അംഗീകരിപ്പിച്ചത്. ഇത് വാരി തീരണം എന്ന് പറഞ്ഞവരൊക്കെ വാരി തീരണം എന്ന് പറഞ്ഞൊരു വലുതാണ്. ഇതൊക്കെ കത്തിച്ചാൽ യാഥാസ്ഥിതികത്വത്തിന്റെ 4 കെട്ടുകൾക്കുള്ളിൽ നിന്ന് സമാജം രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞൊരു വനിതാ നേതാവ് 2 മാസം മുമ്പ് കേരളത്തില് ഒരു യുവജന സംഘടനയുടെ പരിപാടി പോയി പറഞ്ഞ മക്കളെ, ഞങ്ങളുടെ കാലം കഴിഞ്ഞു, നിങ്ങളെങ്കിലും ഇനി പോയിട്ട് രാമായണം ഭാഗവതമൊക്കെ വായിക്കുക, അതേ നമുക്ക് രക്ഷയുള്ളൂ. രാമായണം ഭാഗവതമൊക്കെ വായിക്കും. ഇപ്പൊ പറഞ്ഞ മുഴുവൻ തിരിയുന്നില്ല പറഞ്ഞു. എന്നാൽ അവരത് പറഞ്ഞു, മനസ്സ് തുറന്ന് അവരത് പറഞ്ഞു. അവര് യുവജന സംഘടനയുടെ പരിപാടി പോയി പറഞ്ഞു. അപ്പൊ അന്ന് അവര് ബോധ്യക്കാരെ പറഞ്ഞത് പറയാൻ നിർബന്ധിതരായി. ആ നിർബന്ധിതാവസ്ഥ ഇന്നും ഹൈന്ദവ സമാജവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അവിടെ ചിന്തിക്കുക, രാമായണ മാസം പറഞ്ഞത് നിങ്ങളൊക്കെ നവമാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളത് രാമായണ മാസം എന്ന പത്രങ്ങളൊക്കെ സ്വീകരിക്കും. രാമായണ മാസത്തെ വളരെ കാര്യമായി സ്വീകരിക്കും. കാരണം ഇന്ന് എതിർത്തിട്ട് കാര്യമില്ലെന്ന് തോന്നി. ഇതിനൊക്കെ എതിർത്ത കാലത്ത് രാമായണ മാസം ഇതേപോലെ ആചരിക്കാൻ തുടങ്ങിയപ്പോ എന്തെന്ന് വൈദ്യുതികളിൽ കൂടി കടന്നു വന്നത് അമ്പലക്കാർക്ക് പോലും വേണ്ടാവുന്നുണ്ട്. പിന്നെ രാമായണം പിന്നെ വിടാണ്ട് ഇറങ്ങി അമ്പലക്കാരോട് വിടാണ്ട് ഇറങ്ങുന്ന ശല്യം ഇപ്പൊന്ന് കോട്ടയെന്ന് വിചാരിച്ചിട്ട് അവസാനം പറയും ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം തരാം, എന്തിന് ചന്തി വെച്ച് വായിക്കാം. ഇത് ഇന്ന് വായിച്ചോണ്ട് വേണമെങ്കിൽ രാമായണം നമ്മൾ കൊണ്ടോട്ടെ, പായ നമ്മൾ കൊണ്ടോണം, എണ്ണ കൊണ്ടോണം, വിളക്ക് കൊണ്ടോണം, സർവ്വം നമ്മൾ വായിക്കേണ്ട ആവശ്യം. പക്ഷേ അതൊക്കെ കിട്ടുന്ന ആ ബോധ്യം ഇപ്പൊ അതേ അമ്പലക്കാരൊക്കെ വെടിനമാസായ ബസ് വെച്ച് ഗംഭീര രാമായണ മാസാചരണം ഉദ്ദേശശുദ്ധിയോടുകൂടി എന്ത് തുടങ്ങിയാലും അത് ഭംഗിയായി പര്യവസാനിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. എനിക്കൊക്കെ ഓർമ്മയുടെ അനുഭവം. ഒരു ക്ഷേത്രത്തിലെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇതേമാതിരി പോയി ബാലഗോകുലത്തിന്റെ കുട്ടികളാണെന്ന് പോയി ഇറന്ന് ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം വിട്ടു ഇരുന്ന് വായിക്കും. അമ്പലത്തിൽ നിന്ന് ഒരു വിളക്ക് ചോദിച്ചു വിളിച്ചു. എന്നാൽ യഥേഷ്ടമുണ്ട് എണ്ണ ഒരു ഈ രാമായണം വായിച്ചിരുന്നു. ഒരിക്കലും ഇത് ചുമതലപ്പെട്ട കുട്ടി വരാത്തില്ല. അമ്പലത്തിൽ കൊടുത്ത എണ്ണ വെളിയിച്ചു. കുറെ നേരം അമ്പലത്തിന്റെ പ്രസിഡന്റിന്റെ സെക്രട്ടറി ഞാൻ നോക്കി കാണുന്നില്ല. പിന്നെ ഇതിന്റെ സമയമാവും ചെയ്തു. അവസാനം മനമില്ലാ മനസ്സോടെ അമ്പലത്തിൽ നിന്ന് എണ്ണെടുത്തിട്ട് ഈ വിളക്ക് വിളിച്ചു. അങ്ങനെ രാമായണം വായിക്കാൻ വായിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചുമതലക്കാരൻ വരുന്നുണ്ട്. ഇവര് അങ്ങോട്ട് ഓടി, അതെ അമ്പലത്തിൽ നിന്ന് എണ്ണെടുക്കുന്ന വിളക്കിൽ ഒഴിച്ചത് ഇതെങ്ങനെ വാങ്ങിച്ചു തരേണ്ട പൂവ് വാങ്ങിച്ചു തരാം. ഇത്തരം 100 അനുഭവങ്ങളിലൂടെ അനുഭവത്തിന്റെ തീച്ചൂളകളിലൂടെ തന്നെ പറയണം കടന്നിട്ടാണ് നമ്മുടെ സമാജത്തെ കൊണ്ട് രാമായണ മാസം അംഗീകരിച്ചത്. ഇന്ന് മലയാളികളൊക്കെ ഇത് നമ്മളെ കണ്ടുപിടിച്ചതല്ല, നൂറ്റാണ്ടുകളുടെ പഴക്കൊണ്ട്. പക്ഷെ നടന്നുപോയിരുന്നു, വിസ്മരിച്ചു പോയിരുന്നു. എങ്ങനെയാ വേണ്ടത് സമാജത്തെ ധാർമ്മികമായി എടുത്തർപ്പിക്കാൻ വേണ്ടി നമ്മൾ വളരെ അശ്രാന്ത പരിശ്രമം ചില ത്യാഗികൾ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ വിജയിച്ചത്. ആ വിജയിച്ച് കാണുമ്പോൾ അസ്ഥിതിയുടെ കഴിവുണ്ട്. അതിപ്പോഴും തീർന്നിട്ടൊന്നും ഇതിന്റെ വിജയത്തിന് അസൂയയാണോ അലർജിയാണോ നിശ്ചയില്ല. അത്തരത്തില് കഴുത രാമ കരക്ക് തീർക്കാനൊക്കെ പ്രധാനമായിട്ട് ഈയിടെ ഒരു പത്രത്തിലൊരു ലേഖനം കണ്ടു. രാമായണ മാസത്തിൽ പ്രചാരത്തിൽ 3-ാം സ്ഥാനത്താണെന്നാണ് പത്രം അവകാശപ്പെടുന്നത്. അവരൊരു ലേഖനം കണ്ടു. അവരുടെ എഡിറ്റോറിയൽ പേര് എന്ന് പറഞ്ഞാൽ പത്ര മാനേജ്മെന്റിന്റെ ആശയങ്ങൾ അവിടെയാണ് വെളിപ്പെടുന്നത്. ആ എഡിറ്റോറിയൽ പേരിൽ ഒരു ലേഖനം വന്നു. രാമായണ കർസേവാദനായിരുന്നു ഹെഡിങ്. അപ്പൊ തന്നെ അറിയാം ആർക്കിട്ടാണ് കൊടുക്കുന്നത്. രാമായണ കർസേവ എഴുതില്ല, അങ്ങോട്ട് എഴുതി ഈ രാമായണത്തെ എങ്ങനെ വായിപ്പിക്കുന്നതിന് മുന്നേ സംഘപരിവാറുകാർക്ക് ഹിഡൻ അജണ്ടയുണ്ട്. എന്താ അജണ്ട? ആർക്ക് വേണ്ടി രാമായണം വായിക്കണമെന്നറിയോ? നിങ്ങൾ വായിച്ചില്ല. ആർക്ക് വേണ്ടി വായിക്കണേ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ പത്രക്കാരനറിയാം. ആർക്ക് വേണ്ടി? നരേന്ദ്രമോദിക്ക് വേണ്ടി. രാമായണം വായിക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടി. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്കൊക്കെ എന്റെ അച്ഛമ്മയോടൊക്കെ ബഹുമാനം തോന്നി, സാഷ്ടാംഗം പ്രണമിക്കാൻ തോന്നി ഓർമ്മകൾക്ക് മുമ്പിൽ. കാരണം അച്ഛനൊക്കെ ഇവിടെ പറയാറുണ്ട് 7 പതിറ്റാണ്ട് മുമ്പത്തെ കഥയാണ്.
2 ശീലം രാമായണം വായിച്ചിട്ട് അന്ന് ഭക്ഷണം കൊടുക്കും രാത്രി ഭക്ഷണം വിളക്കുമ്പോൾ 2 ശീലം രാമായണം വായിക്കണം. അപ്പൊ എന്റെ അച്ഛനൊക്കെ അറിയായിരുന്നു, ഒരു 6-7 പതിറ്റാണ്ട് കഴിഞ്ഞാൽ ഭാരതത്തെ രക്ഷിക്കാൻ അവതാര മൂർത്തിയായി ഒരു നരേന്ദ്രമോദി വരും. ആരെ ഈ കളിയാക്കുന്നത്, ആരെയാണ് ഈ വിദ്യയാക്കുന്നത്? അപ്പൊ മറ്റുള്ളവരൊന്നും വായിക്കുന്ന ഒരു ആക്ഷേപമില്ല. നമ്മൾ രാമായണം വായിക്കുമ്പോ വരെ അതിന് ദുഃഖലക്ഷണമുള്ള ആർക്കു വേണ്ടിയാ വായിക്കണം എന്നാണ് പത്രം ഗവേഷണം നടത്തുന്നത്. എന്നിട്ട് വ്യക്തി പറഞ്ഞു അങ്ങോട്ട് നിർത്തിയില്ല, ഈ രാമായണം നിങ്ങൾ വീട്ടിൽ വായിക്കാൻ ഇന്ന് കാട്ടിൽ വായിക്കാൻ പറ്റില്ല. രാമായണം വീട്ടിൽ വായിക്കാനെന്ന് അവർക്കറിയാം. രാമായണം മരിച്ച വീട്ടാൻ തുടങ്ങി. ആ പത്രത്തിൽ പറഞ്ഞതാണ്, ശശികല പറഞ്ഞു മരിച്ച വീട്ടിൽ വായിക്കുന്ന ഗ്രന്ഥമാണെന്നാണ് ലേഖനത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഈ മരിച്ച വീട്ടിൽ വായിക്കുന്ന രാമായണത്തിന് വീട്ടിൽ വായിക്കുന്നു, ഇതെന്തിനാ അമ്പലത്തിൽ വായിക്കുന്നത്? അപ്പൊ അതിന്റെ എന്തൊരു അജണ്ട തന്നെയാണ്. സംഗതി സത്യം, മരിച്ച വീട്ടിൽ രാമായണം വായിക്കും. മരിച്ച വീട്ടിൽ രാമായണം വായിക്കണം. മരിച്ച വീട്ടിൽ രാമായണം മാത്രമല്ല വായിക്കുക. ഹിന്ദുക്കൾ വെച്ചാലും രാമായണം വായിക്കാൻ പറ്റും. മുസ്ലിങ്ങളോട് പോയിട്ട് രാമായണം വായിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. അവര് കൊറാനോതും. മുസ്ലിങ്ങൾ വെച്ചാൽ കൊറാനോതും. ഞാൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വരുന്ന എനിക്കറിയാം, അവര് കൊറാനോതും. എന്തേ ഈ ലേഖനകർത്താവ് അത് കാണാനുണ്ട്? മരിച്ച വീട്ടിൽ ഓതുന്ന ഖുർആൻ എന്തിനാ വീട്ടിൽ ഓതുന്നത്? അതെന്തിനാ പള്ളികളിൽ ഓതുന്നത്? അതെന്തിനാ മദ്രസയെ പഠിപ്പിക്കുന്നത് ചോദിച്ചു. ക്രിസ്ത്യാനികളാണ് മരിച്ചത്, ബൈബിൾ വായിക്കും. ഈ ലേഖനകർത്താവ് കണ്ടില്ല. മരിച്ച വീട്ടിൽ വായിക്കുന്ന ബൈബിൾ എന്തിനാ വീട്ടിൽ വായിക്കുന്നത്? അതെന്തിനാ പള്ളികളിൽ വായിക്കുന്നത്? അതെന്തിനാ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ചോദിച്ചില്ല. എന്ത് ചോദിക്കാൻ? ചോദ്യങ്ങളെല്ലാം അല്ലേ, മമ്മൂട്ടി സിനിമയിൽ വന്നമാതിരി ചോദ്യങ്ങളെല്ലാം ഏറ്റുവാക്കാൻ ഹിന്ദുവിന്റെ ജീവിതം പിന്നെയും ഇത്രയൊക്കെ പണിച്ചിട്ട് എത്ര കാലത്തെ പണിയായി ഇതിനെ ഒന്ന് തൂത്ത് തുടച്ചെടുത്ത് കളയാൻ ബഹുമുഖമായ ആക്രമണം നടന്നിട്ടും ഈ സാധനം പിന്നീട് തകച്ചു വളരുകയാണ്. അസ്ഥിരയാണ് ഇതുപോലുള്ള കഴുത കാമം കരുതി നിൽക്കുന്നത് പോലുള്ള ചില ആ പുറത്തേക്ക് ഒഴിക്കുന്നത് നമ്മൾക്ക് വഴിഞ്ഞ് പുറത്തേക്ക് ഒഴിക്കുന്നത്. അപ്പൊ നമ്മളെ നന്നാക്കാൻ, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ 4 പുറം ആളുണ്ട്. അപ്പോ നമ്മുടെ കൂടി സത്യാവസ്ഥ അറിയാതെ മുമ്പേ കരിച്ചീട്ടിന് പോകുന്നു തന്നെ പിന്നെ എനിക്കും പൊക്കളെല്ലാം എന്ന പോലെ അന്ധമായി കേട്ടതിന്റെ പുറകെ പോയാൽ അത് നാളെ ഒരിക്കലും സത്യം പുറത്തു വരാത്തൊരവസ്ഥ വരും. നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തും വളച്ചൊടിക്കാൻ തയ്യാറാണ്. ഏത് വിശ്വാസത്തെയും വളച്ചൊടിച്ച് തരാൻ തയ്യാറാണ്. അമ്പലങ്ങൾ വരെ വേണമെന്ന് ചോദിച്ച നാളുകളുണ്ടായിരുന്നില്ലേ? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. ഇത് എന്റെ കുട്ടിക്കാലത്ത് കേട്ടതാണ്, പ്രചരിപ്പിച്ചതാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാണ്ടാണ് കൊച്ചി ദിവസം കൂടെ ഉത്തരവിട്ടു. അവിടുത്തെ ഭക്തരെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ഓരോ അമ്പലത്തിലെയും ഭക്തരെ രജിസ്റ്റർ ചെയ്യണം. 10 രൂപയുടെ അഡ്മിഷൻ ഫോം വാങ്ങിച്ചിട്ട് പൂരിപ്പിച്ചു കൊടുക്കും. 10 രൂപ കൊടുത്താൽ അഡ്മിഷൻ ഫോം കിട്ടും. അത് പൂരിപ്പിച്ച് അപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ ഭക്തനായി രജിസ്റ്റർ ചെയ്യും. ഈ ഭക്തന് മാത്രമേ പിന്നെ ഉപദേശക സമിതിയെ തിരഞ്ഞെടുക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള അവകാശം ഈ 10 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ആക്കുകയുള്ളൂ. എന്റെ മനസ്സിൽ ആദ്യം തോന്നിയ സംശയം, പാവം കുചേലൻ നമ്മൾ എന്താ ചെയ്യുക? 10 രൂപ കൊടുക്കാണ്ടാവും. 10 രൂപ കൊടുക്കാൻ കേട്ടുണ്ട് ഭക്തനല്ല എന്ന് പറഞ്ഞാൽ പുറകെ വെക്കും. അത് പോട്ടെ. ഇത് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ഉത്തരവിട്ടു, ശനിയാഴ്ച ആപ്ലിക്കേഷൻ ഫോം വന്നില്ല, ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച ആപ്ലിക്കേഷൻ ഫോം വന്നു. 12 മണിക്ക് വിളിച്ചപ്പോ സാധനം കിട്ടാനില്ല. ആപ്ലിക്കേഷൻ ഫോം വന്നിട്ട് 12 മണിയായപ്പോഴേക്ക് ഭക്തനായി രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം കിട്ടാനില്ല. അമ്പലം നശിച്ചാൽ അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞവരൊക്കെ കൂട്ടത്തോടെ കെട്ടോടെ കയ്യിലാക്കി തലകൊട്ടിട്ടു. ഭക്തൻ കിട്ടാനില്ല. പിന്നെ വിളിച്ചപ്പോ ദേവസ്വം 3 മണിക്ക് വരുന്നു. അടുത്ത ട്രിപ്പ് അടിച്ച് 3 മണിക്ക് വരും. കാമരാണ് അമ്പലങ്ങളുടെ പുറത്ത്. ഭക്തനാവാനുള്ള ഒരു തത്രപ്പാടേ, ഭക്തൻ അല്ലാണ്ടേക്കാൻ വേണ്ടി ഉത്സാഹിച്ച് ശ്രമിച്ചിട്ട് ഭക്തല്ല 1000 കൊടുക്കണം പറഞ്ഞാൽ അവിടെ പാട് കൊടുക്കും. കാരണം ആ ഫോം പൂരിപ്പിക്കാനല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ വിശ്വാസം ഇല്ലെങ്കിലും ഭണ്ഡാരത്തിൽ വിശ്വാസം കലശലായിട്ടുള്ള രജിസ്റ്റർ ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഒരു കാലത്ത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞത്, ഓണമായാലും ആഘോഷങ്ങളായാലും വേണ്ട എന്ന് പറഞ്ഞത്, അതിനെ ഏതെങ്കിലും